അഭിനന്ദൻ വർദ്ധമാൻ നമ്മുടെ ധീര വൈമാനികൻ. ഇദ്ദേഹത്തെ പാകിസ്ഥാൻ പിടികൂടിയത് നമ്മൾ ഇന്ത്യക്കാർ മറക്കാൻ ഇടയില്ല. പാകിസ്ഥാൻ ഇദ്ദേഹത്തെ പിടികൂടിയതിനു ശേഷം ഇന്ത്യക്കകത്ത് തന്നെ വലിയ മുറവിളിയാണ് നമ്മുടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയത്. അഭിനന്ദൻ വർദ്ധമാനെ ഇപ്പോൾ തിരിച്ചു കിട്ടണം എന്നായിരുന്നു അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാനിൽ നിന്ന് ബോർഡർ കടന്ന് ചായയും കുടിച്ച് പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ കോൺഗ്രസിൻ്റെ കാലത്ത് പിടികൂടിയ ഇന്ത്യൻ പട്ടാളക്കാരുടെ ഗതി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് മിണ്ടുന്നുമില്ല. എന്നാൽ അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ ആ പാകിസ്ഥാൻ്റെ വിംഗ് കമാൻഡർ അവിടെ പോയി. ആ വിംഗ് കമാൻഡറുടെ ഗതി ഇന്ന് അധോഗതിയായിരിക്കുകയാണ്. താലിബാൻ ആ വിംഗ് കമാൻഡറിനെ തട്ടിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു മിസ്റ്റീരിയസ് അറ്റാക്കിലാണ് താലിബാൻ ഈ വിംഗ് കമാൻഡറിനെ കൊലപ്പെടുത്തിയത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഖൈബർ പഖ്തൂൺഖയിലെ KPI സൗത്ത് വസീറിസ്ഥാനിലെ സരോഗ തക്സിലിൽ നടന്ന ഉഗ്രമായിട്ടുള്ള വെടിവയ്പ്പിലാണ് ഇയാൾ മരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ റെയ്ഡിനിടെ പാകിസ്ഥാൻ ആർമി സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പ് ഓഫീസർ മേജർ സയ്യിദ് മൊയ്സ് അബ്ബാസ് ഷായും ലാൻസ് നായിക് ജിബ്രാൻ ഉള്ളയും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2025 ജൂൺ 24 നടന്ന ഏറ്റുമുട്ടലിൽ 11 തീവ്രവാദികൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചിട്ടുണ്ട്. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയതിൽ വിശിഷ്ട SSG കമാൻഡറായ മേജർ സയ്യിദ് ശ്രദ്ധേയനായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നയിച്ച ഒരു സംഭവ വികാസമായിരുന്നു. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന അസ്വസ്ഥമായ പ്രദേശമാണ് ഈ സൗത്ത് വസീറിസ്ഥാൻ എന്ന് പറയുന്നത്. ISPR അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യൻ പിന്തുണയുള്ള തീവ്രവാദികളെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇതിൻ്റെ തീവ്രമായ വെടിവയ്പ്പിൽ പാകിസ്ഥാൻ സുരക്ഷാ സേന 11 TTP പോരാളികളെയാണ് വധിച്ചത്. എന്നാൽ മേജർ സയ്യിദും ലാൻസ് നായിക് ജിബ്രാൻ്റെയും നഷ്ടം തർക്കമുള്ള KPK പ്രവിശ്യയിലെ കലാപവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഉയർന്ന ചിലവ് അടിവരയിടുകയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രദേശത്ത് അവശേഷിക്കുന്ന തീവ്രവാദികളെ നിർവീര്യമാക്കാൻ ഒരു അണുനാശീകരണ പ്രവർത്തനം നടക്കുന്നുണ്ട് ISPR പറഞ്ഞു. സൗത്ത് വസീറിസ്ഥാനിലും ഖുറാമിലും TTP നടത്തിയ ഏകോപിത ആക്രമണ പരമ്പരയുടെ ഭാഗമായിരുന്നു ഈ ആക്രമണം. അതായത് 14 പാകിസ്ഥാൻ സൈനികരുടെ ജീവനാണ് ഇപ്പോൾ TTP ഈ ഏറ്റുമുട്ടലിൽ അപഹരിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.